കായലോടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനം. ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുക. അതേസമയം പിടിയിലായ SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, തന്റെ മരണവുമായി ആൺസുഹൃത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെ പ്രതിയാക്കില്ല, പ്രതി ചേർക്കാനുള്ള സാഹചര്യവും നിലവിലില്ല. എന്തായാലും റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ കൈവശത്ത് നിന്നും പോലീസ് അതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണത്തിൽ ആ സമയത്ത് അവിടേക്ക് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ റോള് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അന്നേ ദിവസം ഈ 3 പേര് കൂടാതെയുള്ള ആൾക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഈ മരണപ്പെട്ട സ്ത്രീയുടെ സുഹൃത്തായിട്ടുള്ള ഒരു റഹീസുണ്ട്. ആ റഹീസിനെ കൂടുതലായിട്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആൺസുഹൃത്ത് പരാതി നൽകിയാൽ അടിപിടിക്കും, കേസെടുക്കും. മാത്രമല്ല, ഇത് കൊലപാതക ശ്രമമായി മാറാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ്. ഇതിനിടെയാണ് പ്രതികളെ രക്ഷിക്കുന്ന വിശദീകരണവുമായി റസീനയുടെ ഉമ്മ രംഗത്തെത്തിയത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് ഉമ്മയുടെ വാദങ്ങൾക്ക് എതിരാണ്. ആ സാഹചര്യത്തിലാണ് റസീനയുടെ മരണത്തെ താലിബാനിസത്തോടൊപ്പമിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി എത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നുമാണ് 3 പ്രതികളിലേക്ക് എത്തിയത്. പ്രതികൾ SDPI ഓഫീസിൽ ആൺസുഹൃത്തിനെ എത്തിച്ച് ചോദ്യം ചെയ്തതായും 5 മണിക്കൂറാണ് പ്രതികൾ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്ന് പിതാവ് മുഹമ്മദ് പ്രതികരിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നുമാണ് പിതാവ് പ്രതികരിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് മൊഴി നൽകിയിരുന്നു. പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷമാണ് ആൺസുഹൃത്താണ് കൊലയ്ക്ക് കാരണമെന്ന് റസീനയുടെ ഉമ്മ വിശദീകരിച്ചത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം വ്യക്തതയോടെ തന്നെ റസീന എഴുതി വെച്ചത് പ്രതികൾക്ക് ഊരാക്കുടുക്കായി മാറുമെന്നതിലും സംശയമില്ല. വളരെ വിശദമായ കുറിപ്പാണ് റസീന എഴുതിയത്. റസീനയെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൗസിൽ VK റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ നിലവിൽ ജയിലിലാണ്. അതിനിടെ ഇവരെ കേസിൽ നിന്നും രക്ഷിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം യുവതി കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു. ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയ്യിൽ സ്വദേശിയായ ആൺസുഹൃത്തിനെ 5 മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തി മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഇവർ തന്നെ ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ച് വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടതും. ഇവരോട് അവരുടെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ ഈ അക്രമി സംഘം തയ്യാറായില്ല, അല്ലെങ്കിൽ ഈ ഒരു സദാചാര ഗുണ്ടാ സംഘം തയ്യാറായില്ല. പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതും സദാചാര ഗുണ്ടായസത്തിന്റെ തെളിവായി മാറുകയാണ്. വിവരശേഖരണത്തിനായി യുവതിയുടെ ആൺസുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും നേരിൽ കാണാനോ ഫോണിൽ ബന്ധപ്പെടുവാനോ കഴിഞ്ഞില്ല. ഞായറാഴ്ച കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം മയ്യിൽ സ്വദേശിയായ സുഹൃത്തുമായി കാറിനരികിൽ യുവതി സംസാരിക്കുമ്പോഴാണ് 5 അംഗ സദാചാര ഗുണ്ടാ സംഘം എത്തിയത്. യുവാവിനെ ചോദ്യം ചെയ്യുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു. മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണവും ഉണ്ടായി. ഇതിന്റെ മനോവിഷമത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് യുവതി വീട്ടിൽ തൂങ്ങി മരിച്ചത്. യുവതിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പാണ് കേസിൽ അതിനിർണായകമായതും. കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് അത് അവഗണിച്ചുവെന്ന ആരോപണവും കേസിൽ ശക്തമാണ്. കണ്ണൂർ കായലോട് പറമ്പായിൽ സദാചാര പോലീസ് ചമഞ്ഞ് SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്ന് റസീന ജീവനൊടുക്കിയതിനെ തുടർന്നുള്ള സംഭവങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യം വീണ്ടും ചർച്ചയായത്. സോഷ്യൽ മീഡിയ സുഹൃത്തിനോട് റോഡരികിൽ നിന്ന് നിർത്തിയിട്ട കാറിൽ നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ SDPI പ്രവർത്തകർ യുവതിയെയും ആൺസുഹൃത്തിനെയും ബന്ദിയാക്കി പരസ്യ വിചാരണ നടത്തിയത്.
മയിൽ സ്വദേശിയായ യുവാവിനെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും കാർഷിക നഴ്സറിയുടെ മൈതാനത്ത് കൊണ്ടുപോവുകയും മൊബൈൽ ഫോണും ടാബ്ലറ്റും തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തു. യുവാക്കളുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു വരുത്തുകയും താക്കീത് നൽകുകയും ചെയ്തു. റസീനയുടെ വിദേശത്തുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയും വസ്തുതാപരമല്ലാത്ത അപവാദ കഥകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു പരത്തുകയും ചെയ്തു ഈ ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഈ ഒരു സദാചാര സംഘം. ഇതിന്റെ അപമാനത്തിലാണ് റസീന കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പറമ്പായിലെ വീട്ടിൽ ജീവൻ ഒടുക്കിയത്. മാത്രമല്ല, അപവാദ പ്രചരണങ്ങളിൽ തന്റെ കുടുംബം തകരുമെന്ന ഭീതി ഇവർക്കുണ്ടായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ മൃഗീയമായി ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത SDPA പ്രവർത്തകരുടെ പേര് വ്യക്തമായി എഴുതി വെച്ചതിനെ തുടർന്നാണ് പിണറായി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ഭർത്തൃമതിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവായ ആൺസുഹൃത്തിന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കി. ഇയാൾ ഒളിവിലാണെന്നാണ് അറിയുന്ന വിവരം. സംഭവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ പലതരത്തിലും ബന്ധപ്പെടാൻ അന്വേഷണ സംഘം ശ്രമിച്ചെങ്കിലും അതിനിതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടെ ആൺസുഹൃത്താണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന വാദവുമായി യുവതിയുടെ അമ്മയും രംഗത്ത് വന്നിരുന്നു. CPM നേതാക്കളാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ അച്ഛനും അമ്മയും. രണ്ടുപേരും CPM അംഗങ്ങളാണ്. ഇവരുടെ വാദമനുസരിച്ച് സദാചാര ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്നാൽ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇതു സംബന്ധിച്ച് വ്യക്തമായ സൂചനകളുമുണ്ട്. അതിനിടെ കായലോട്ടെ സദാചാര ഗുണ്ടായുസത്തെ തുടർന്നുള്ള യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി രംഗത്ത് വന്നിരുന്നു. കായലോട് നടന്നത് താലിബാനിസമെന്ന് PK ശ്രീമതി പ്രതികരിച്ചു. തന്റെ ഭർത്താവല്ലാത്ത ആളോട് ഒരു മുസ്ലിം സ്ത്രീ സംസാരിക്കാൻ പാടില്ലെന്ന ചിലരുടെ ചിന്താഗതിയാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ശ്രീമതി നിശ്ചിതമായി വിമർശിച്ചു. തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് കായലോട് നടന്നത്. ആത്മഹത്യ എന്നു പേര് പറയാമെങ്കിലും നടന്നത് ആൾക്കൂട്ട കൊലപാതകമാണെന്ന് PK ശ്രീമതി കുറ്റപ്പെടുത്തി. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരാൾക്കൂട്ടത്തിന്റെ മുൻപിൽ പെൺകുട്ടി അപമാനിതയായി. ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായി പീഡനത്തിന് വിധേയയായി. നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നും PK ശ്രീമതി ചോദിച്ചു. ഒരു പാവം സഹോദരനും സഹോദരിക്കും നേരെ വ്യക്തിഹത്യ നടത്തുന്നത് അതിഭീകരമാണ്. 3 പേരെയല്ല, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. ഏത് സംഘടനയായാലും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട സംഭവമാണിതെന്നും അല്പമെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും PK ശ്രീമതി പ്രതികരിച്ചിരുന്നു. എന്നാൽ PK ശ്രീമതിയുടെ ഈ വാദത്തെ തള്ളുന്ന നിലപാടാണ് CPM അംഗങ്ങളായ യുവതിയുടെ അമ്മ എടുത്ത കാര്യവും അല്ലെങ്കിൽ അത്തരം നിലപാടുകളുമെല്ലാം മലയാളി സമൂഹത്തെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റസീന. നിലവിൽ അറസ്റ്റിലായ പ്രതികൾ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ ആൾക്കാരെ വിളിച്ചുവരുത്തി പരസ്യമായി അപമാനിച്ചുവെന്നും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നുമാണ് ആരോപണം. പിന്നാലെയാണ് റസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതും. റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. യുവതിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. ഫോണിലും ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അതും കിട്ടിയില്ല, അല്ലെങ്കിൽ ഫോൺ ലൈൻ കണക്ട് ആയില്ല. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമവും എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.